ഹായ്, നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടക്കക്കാർക്ക് വേണ്ടി തന്നെയുള്ളതാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു ഫോറാംസിൻ്റെ കുറച്ച് വീഡിയോസ് ഇടാൻ പറ്റുമെന്നുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ സബ്സ്ക്രൈബറിൽ ആരെങ്കിലും ഒരാൾ എന്നോട് ഒരു വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. കാരണം ഞാൻ വ്യൂവേഴ്സിന് എണ്ണമല്ല നോക്കാറ്. വ്യൂവേഴ്സ് ഒരുപാടുണ്ടെങ്കിലും കുറച്ചാണെങ്കിലും ഒരുപാട് സന്തോഷം. എന്നോടൊരാൾ ആവശ്യപ്പെടുമ്പോൾ എൻ്റെ അറിവിൽ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ആ സുഹൃത്തിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പുള്ളി പലപ്പോഴും പല വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പുള്ളിക്ക് വേണ്ടി തന്നെ 1-2 വീഡിയോസ് ഇട്ടിരുന്നു. ഇപ്പോൾ ഫോറാംസിൻ്റെ വീഡിയോ, ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന വർക്കൗട്ടുകളൊക്കെ തന്നെ ആയിരിക്കും. എങ്കിലും ഇത് ഞാൻ ബിഗിനേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചാണ്. എക്സ്പെർട്ടായിട്ടുള്ളവർക്ക് വേറെ വർക്കൗട്ടുകൾ ഒരുപാട് അറിയാം, അവർ കളിച്ചോളട്ടെ. ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഡംബിൾസിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫോറാംസ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ വളരെ ചെറിയ വെയിറ്റിലായിരിക്കും കാണിക്കുക. കാരണം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫോം എനിക്ക് കറക്റ്റ് ആവണം. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു വീഡിയോ ആയിട്ടല്ല എടുക്കുന്നത്, ചില 5-6 വീഡിയോ ഒരുമിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ടോട്ടലി കുറച്ച് വീക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഡംബിൾസൊക്കെ എടുത്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതെടുക്കുന്ന വളരെ ചെറിയ 2 ഡംബിൾസാണ് എടുക്കുന്നത്. ഡംബിൾസിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോറാംസ് ചെയ്യുമ്പോൾ ഒന്ന് സ്ട്രെയിറ്റ് പിടിക്കുക. സ്ട്രെയിറ്റ് പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 സ്ട്രെയിറ്റ് 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇപ്പോൾ നമ്മൾ അതിൽ തന്നെ 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ആയിട്ട് 30 ചെയ്യാം. 1 2 3 4. കുറച്ച് വലിയ ഡംബിൾസ് എടുക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചെറിയ ഡംബിൾസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് വലിയ ഡംബിൾസ് എടുത്ത് ചെയ്യാം. നെക്സ്റ്റ് 1 റൊട്ടേറ്റ് ചെയ്യുക. ഇതും ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ 30 ചെയ്യുക. ഇനി നെക്സ്റ്റ് 1 ഡംബിൾസ് പിടിക്കുക. അതിനുശേഷം അകത്തോട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇനി ഇപ്പോൾ നമ്മൾ ആ 3 വർക്കൗട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം ഡംബിൾസ് പിടിക്കുക, സ്ട്രെയിറ്റ് പിടിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അകത്തോട്ട്. ഇനി അത് തന്നെ പുറത്തോട്ട് ഡംബിൾസ് നേരെ പിടിക്കുക, പുറത്തോട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ അതിനുശേഷം ഫോറാംസിൻ്റെ നിങ്ങൾക്ക് ഈ സൈഡ് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള മാറ്റം. നമ്മൾ എല്ലാ എക്സസൈസുകൾ ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട് പോസ് ചെയ്യണം. അതുപോലെ തന്നെ ഫോറാംസിനുണ്ട് പോസിങ്. ഫോറാംസിന് പോസിങ് ഉണ്ട്. ഇപ്പോൾ ഡംബിൾസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ഉള്ള ഡംബിൾസ് എടുത്ത് ഇപ്പം ഞാൻ കാണിച്ച എക്സസൈസിൽ ചെയ്യുക. ഫസ്റ്റ് ഫ്രണ്ട് ചെയ്യുക, പിന്നെ റൊട്ടേറ്റ് ചെയ്യുക, ഇന്നർ ചെയ്യുക, ഔട്ടർ ചെയ്യുക. ഇനി നെക്സ്റ്റ് വരെ നമ്മുടെ റോഡിൽ നമ്മൾ മെയിനായിട്ട് ബാർബിളിൽ ചെയ്യുന്ന 1-2 എക്സസൈസുകളുണ്ട് ഫോറാംസിന്. റോഡ് എടുക്കുക. എടുത്തതിന് ശേഷം നന്നായിട്ട് പിടിക്കുക. ഇതേപോലെ നിൽക്കുക, ചരി നിൽക്കുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ നിൽക്കുക. അതിന് ശേഷം കൈ ഇവിടെ വരണം. ഇവിടെ വന്നതിന് ശേഷം 1 2 3 4 5 6 7 8 9 10 11
ഈ എക്സസൈസ് ഫോർ ആംസിന് റോളിൽ ചെയ്യുന്ന സമയത്ത് ഇത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഫെയിലിയർ ആവുന്നവർ ചെയ്യുക. ഇപ്പോൾ ഞാൻ 10 നിർത്തി അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാ. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോർ ആം ചെയ്യുമ്പോൾ ഉള്ള പമ്പിങ് മനസ്സിലാവും. ചെയ്യുക മാക്സിമം അത് തന്നെ. കൈ ഇവിടെ വെക്കുക, വെച്ചതിന് ശേഷം അനക്കാതെ ഇതാ ഇങ്ങനെ പിടിക്കുക, റോഡ് ഇതാ ഇങ്ങനെ പിടിച്ചതിന് ശേഷം 1 2 ഇതാ നമ്മുടെ ഈ സൈഡത്തെ ഫോർ ആംസൊക്കെ കറക്റ്റ് തെളിഞ്ഞ് വരും. ചെയ്യുക. ഇതിന് ശേഷം തന്നെ നെക്സ്റ്റ് വൺ അതിൽ തന്നെ റോഡിൽ വേറെ വർക്കൗട്ടോട് ചെയ്യാം. നമ്മൾ ബാക്കിലോട്ട് പിടിക്കണം, റോഡ് എടുക്കുക, നേരെ അത് ബാക്കിലോട്ടൊന്ന് പിടിക്കുക. റിവേഴ്സ് പിടിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇതും ഇപ്പം കാണിച്ചതുപോലെ ബാക്കിലോട്ട് ചെയ്യുന്ന അതും ഒരു 3 സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഫോർ ആംസ് നമ്മൾ ഇത്ര ഹെവി ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡെയിലി ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചെയ്താൽ മതിയാവും, ഇത്ര ഹെവിയൊക്കെ ആയിട്ട് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ. അല്ലാതെ നമ്മൾ സാധാരണ മെഷീനിൽ പോയിട്ട് റോഡിൽ ഇങ്ങനെ മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്തോളൂ, കുഴപ്പമില്ല. ഏത് വർക്കൗട്ട് ഹെവി ആയിട്ട് ചെയ്യുമ്പോൾ അതിന് മസിൽ റിക്കവറിക്ക് കുറച്ച് സമയം കൊടുക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട, ഒരു ദിവസം ചെയ്ത് ഒരു ദിവസം റെസ്റ്റ് ഇട്ടതിന് ശേഷം മാത്രം ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ഫോർ ആംസ് കാണിച്ചു തന്നു. ഇനി അതിന് ശേഷം റോഡിൽ തന്നെ മറ്റൊരു വർക്കൗട്ടോട് ചെയ്യാനുണ്ട്. നമ്മളിതാ നേരെ സ്ട്രെയിറ്റ് പിടിക്കുക. സ്ട്രെയിറ്റ് പിടിച്ച് വെച്ചതിന് ശേഷം 1 2 3 4 5 6. ഇത് ചെയ്യുമ്പോൾ ഈ ബാർബെല്ലിന് നമുക്ക് 2 സൈഡിലും വെയിറ്റ് ഇടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ചെറിയ 2 വെയിറ്റ് ഇടുക. ഞാനിപ്പോൾ വീഡിയോസിന് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വെയിറ്റ് ഇടുന്നില്ല. ഇതാ നേരെ പിടിക്കുക, പിടിച്ചതിന് ശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇപ്പോൾ നിങ്ങൾക്ക് ആ പമ്പിങ് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. ഫോർ ആംസിൻ്റെ ഇന്നറും ഔട്ടറും അത് ചെയ്യാം. ഇനി അതിൽ തന്നെ ഒരു വർക്കൗട്ട് കൂടെ നമുക്ക് ചെയ്യാം. റോഡത്തിന് ശേഷം കൈതാ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നമ്മൾ ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം റിപ്പീറ്റേഷൻ കൂട്ടി ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം 1 2 3 അതിൽ നിർത്താതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ഡംബിൾസ് ഫസ്റ്റ് തൊട്ടേ കാണിച്ചിരുന്ന എല്ലാ വർക്കൗട്ടുകളും റിപ്പീറ്റേഷൻ കൂട്ടി ചെയ്യുക. ഫെയിലിയർ ആകുന്നവരെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ടുകൾ വരും ഫോർ ആംസ് വർക്കൗട്ടിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 7-8 വർക്കൗട്ടോളം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ വർക്കൗട്ടുകൾ നിങ്ങൾ റിപ്പീറ്റേഷൻ പരമാവധി കൂട്ടി ചെയ്യുക. ഫസ്റ്റ് ഞാൻ കാണിച്ചിരുന്നത് ഡംബിൾസ് ഫ്രണ്ട്, പിന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇന്നർ ചെയ്തു, ഔട്ടർ ചെയ്തു. ഇനി അതിനുശേഷം ബാർബെൽ നമ്മൾ ഔട്ടർ ചെയ്തു, ബാക്ക് ചെയ്തു, പിന്നെ അതിനുശേഷം റൊട്ടേറ്റ് ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു റിസ്റ്റ് ബാൻഡ് യൂസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഹെവി ഡംബിൾസ് വർക്കൗട്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ സപ്പോർട്ടർ യൂസ് ചെയ്യുക. സപ്പോർട്ടർ യൂസ് ചെയ്യാതെ ഞാനിപ്പോൾ ചെറിയ വെയിറ്റാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. മാസ്റ്റർ എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് ചിലർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ടർ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ജോയിൻ്റ് നല്ല പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വാരി വലിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് വാരി വലിച്ചൊക്കെ ചെയ്യാതിരിക്കുക. വാരി വലിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറിക്കുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ
അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. വൺസ് അഗൈൻ നമുക്ക് എല്ലാ വർക്കൗട്ടും കൂടെ ഒരൊറ്റ സ്റ്റെപ്പ് കൂടെ കാണിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. Next one. 1 2 3 4 5 6 7 8 9 10. Next one. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫോറാം വർക്കൗട്ടുകളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം.